എന്നാൽ മനുഷ്യരുടെ മുഴുവൻ ആഗ്രഹവും മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നതാണ് സ്വർഗത്തിൽ പോവുക എന്നത്, അല്ലേ? എല്ലാവരും അതെ. ആമേൻ. നമ്മള് നിശ്ചയത്തോടുകൂടെ നിത്യതയില് സ്വർഗത്തിൽ സ്തോത്രം ഞാനിരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ കർത്താവിനോടുകൂടെ നമ്മൾ ഇരിക്കും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ആയിരിക്കുന്ന ഒരു പറ്റം ജനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ്. സ്തോത്രം. അവര് നമ്മൾ എന്ത് ചെയ്തു? വായ്കൊണ്ട് ഏറ്റു പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, ഹൃദയത്തിൽ വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. ഈ അനുഭവത്തിലുള്ള സ്തോത്രം ഒരു ചെറിയ പറ്റം ജനമാണ് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന, ദൈവമക്കൾ എന്നറിയപ്പെടുന്ന, പെന്തക്കോസ്തക്കാരെന്നൊക്കെ പറയപ്പെടുന്നതായ വേർപെട്ട ജീവിതങ്ങളായിരിക്കുന്ന നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വേർപെട്ട അനുഭവത്തിലായിരിക്കുന്ന നമ്മളും സ്തോത്രം, നമ്മളും സുവിശേഷമൊക്കെ പറയുമ്പോൾ പറയും സ്വർഗത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ, സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, സ്തോത്രം എന്നൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ മാത്രമേ സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിനൊരു പ്രൂഫ് കൊടുക്കുവാനൊന്നും നമുക്കില്ല. സ്തോത്രം. നരകം എന്നതുണ്ടോ? സ്തോത്രം എന്നൊക്കെ സ്തോത്രം. ഹല്ലേലൂയ. ജനങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ നോക്കിയേ, സ്വർഗാതി സ്വർഗം എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളൊക്കെ അനുസരിച്ച് സ്വർഗാതി സ്വർഗം എങ്ങനെയാ? പാട്ടുകാരനൊക്കെ പാടുമ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുമ്പോൾ സ്വർഗാതി സ്വർഗം എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ ആകാശങ്ങളെയും ആകാശമണ്ഡലങ്ങളെയൊക്കെ താണ്ടി സ്തോത്രം ഞൊടിയിടയില് ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുമെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഉയരത്തിലാണ് എന്ന് നമുക്ക് സ്തോത്രം നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ഈ പാതാളത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അഗാധ കൂപം എന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അഗാധമായ സ്തോത്രം. ഹല്ലേലൂയ. തീയും ഗന്ധകവും ഒക്കെ കത്തി സ്തോത്രം ഇരിക്കുന്നതായ കൂപം. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ്. സ്തോത്രം. അപ്പോ ഇത് ഇത്രയും സ്തോത്രം നമ്മൾ ദൈവഭാഗത്ത് വന്നു. ഇതിനെക്കുറിച്ചെല്ലാം ബോധ്യം വന്നിട്ടാണ് നമ്മൾ ദൈവഭാഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്വർഗീയ പൗരത്വം ലഭിച്ചു. നമ്മൾ സ്വർഗാതി സ്വർഗത്തിൽ പോകും. കർത്താവ് വരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വൈകുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെല്ലാം ആദ്യഫലമായി ഉയർക്കപ്പെടും. അല്ലാത്തവര് ജീവനോടെ ഇരിക്കുന്നവര് അവർക്ക് ശേഷം ഇടയിൽ നമ്മൾ എടുക്കപ്പെടും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്വർഗാതി സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. മറ്റവരെന്ത് ചെയ്യും? ഇതൊന്നും വിശ്വസിക്കാത്തവര് ഈ അഗാധ കൂപത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഈ അറിവുള്ള നമുക്ക്, അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്തോത്രം, ഇന്ന് സ്തോത്രം ഇലോൺ മസ്കും ഇവരൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്വർഗാതി സ്വർഗവും ഈ നരകവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതിന്റെ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയാണ് ഇതിന്റെ ഡിസ്റ്റൻസ്, ഇതിന്റെ അളവ്? ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? ഇത്രയാണ്, ഇത്ര മീറ്ററാണ്, അല്ലെങ്കിൽ ഇത്ര അടിയാണ്, ഇത്ര കിലോമീറ്റർ ആണ്, ഇത്ര മൈലാണ് സ്തോത്രം എന്ന് ആരെങ്കിലും പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ അളവ്? ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ്. എന്നാൽ ദൈവം എന്ത് നമ്മളോട് പറഞ്ഞു? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. ഗ്ലോറി ടു ദി ലോർഡ്. കർത്താവിന്റെ കാര്യങ്ങളൊക്കെ ലഘുവാണ്, മൃദുലമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾക്ക് ഇത്രയും അയ്യോ സ്വർഗാതി സ്വർഗം നരകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു മഹാസംഭവമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, എന്നിൽ നിന്ന് പഠിപ്പിൻ. സ്തോത്രം. എന്റെ മുഖം ചുമന്ന സ്തോത്രം എന്നിൽ നിന്ന് പഠിപ്പിൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ്. എല്ലാം നിഷ്പ്രയാസമായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ഇവിടെ പറയുന്നു വായ് കൊണ്ട് ഏറ്റുപറയുക, ഹൃദയത്തിൽ വിശ്വസിക്കുക. ഈ രണ്ട് അവയവങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹൃദയവും സ്തോത്രം. ഹല്ലേലൂയ. വായും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും തമ്മിൽ വലിയ ദൈവികമായ രീതിയിൽ അഭേദ്യമായ ബന്ധമുണ്ട്, വലിയ ബന്ധമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റുപറയണം. വായ് കൊണ്ട് ഏറ്റുപറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ദി ലോർഡ്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോരാ. കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞേ, തന്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ.
എന്നാൽ തന്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവനോ ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ആമേൻ. നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുവാൻ ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ, ആമേൻ സ്തോത്രം, നമുക്ക് എല്ലാം എവിടെ വേണമെങ്കിലും, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ സാക്ഷ്യം പറയുവാനായിരുന്നാലും കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടിയായിരുന്നാലും, ആമേൻ സ്തോത്രം, നമ്മൾ ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ആമേൻ സ്തോത്രം. അവിടെ ചുറ്റുപാടുകളൊക്കെ നോക്കി അയ്യോ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അല്ല, ഗ്ലോറി ടു ദി ലോർഡ്. ആമേൻ സ്തോത്രം. അവനെയും കർത്താവിനെ നേടണം. ഒരുപക്ഷെ നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോഴായിരിക്കും അവന്റെ കണ്ണു തുറക്കുവാൻ പോകുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആയതുകൊണ്ട് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നതില്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അതിന് വലിയ, ആമേൻ സ്തോത്രം, ആത്മീയമായ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, മർമ്മം അതിലുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറയുവാൻ തയ്യാറാവണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. രണ്ടാമതായിട്ട് പറയുമ്പോൾ പറയുന്നു ഹൃദയത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നീതിക്കായിട്ട്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞേ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ടല്ല, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ആമേൻ സ്തോത്രം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് ആർക്കും, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നീതീകരിക്കുവാൻ, നീതിമാനായിട്ട് പറയുവാൻ ദൈവസന്നിധിയിൽ അർഹതയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആമേൻ സ്തോത്രം, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ആമേൻ, ശിക്ഷ വിധിക്കുന്നവന് ആര്? അപ്പോൾ ഗ്ലോറി ടു ദി ലോർഡ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മളെ നീതിമാനായ ദൈവം, നീതിസൂര്യനായ ദൈവം, ആമേൻ സ്തോത്രം, അവനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. ആമേൻ സ്തോത്രം. അവന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം, ആമേൻ, പുത്രനായ ക്രിസ്തുയേശുവിലൂടെ പറയുകയാണ്, ദിസ് ഈസ് മൈ ബോയ്, ദിസ് ഈസ് മൈ സർവന്റ്, ആമേൻ സ്തോത്രം, ദിസ് ഈസ് മൈ സൺ, ആമേൻ സ്തോത്രം, ദിസ് ഈസ് മൈ ചൈൽഡ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ആമേൻ, അതിനെ കുറ്റം വിധിപ്പാൻ ആർക്കും കഴിയില്ല. ആമേൻ, നീതീകരിച്ചവൻ ദൈവമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇത്, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ സംഭവിക്കുമ്പോൾ, ഇതെല്ലാം എന്ന് പറയുമ്പോൾ പറയുന്നു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, സ്വർഗാതി സ്വർഗം എവിടെയാണ്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ, ഈ അഗാധഭൂമി ഇത്രയും താഴെയാണ്. ആമേൻ സ്തോത്രം. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും സഭാപ്രസംഗിയുടെ പുസ്തകം, ആമേൻ, 3-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം, ആമേൻ, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം പറയുക, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഈ നിത്യത, ഈ എറ്റേണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഈ സമീപസ്ഥനായ ദൈവം, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഈ നിത്യത നമ്മളെ, ആമേൻ സ്തോത്രം, ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഈ നിത്യത എന്ത് ചെയ്യുന്നു? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു വിഭാഗത്തിന്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഗ്ലോറിയിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ആരാഗ്രഹം? നമ്മൾ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഈ മർമ്മങ്ങളെ അവർക്ക് മറച്ചു വെച്ചിരിക്കുക. എന്നാൽ ഒരു വിഭാഗത്തിന് ദൈവം എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ വിഭാഗം ഏതാണ്? ആമേൻ സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ആ വിഭാഗം ഏതാണെന്ന്. ആമേൻ സ്തോത്രം പറയുകയാണ്. 1 യോഹന്നാൻ 3-ൽ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറയാണ്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, പുതിയൊരു കൽപ്പന തരുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് തന്നെ ജനം ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, സ്വർഗം എവിടെയാ, നരകം എവിടെയാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കാൻ വിശ്വാസത്തിന് 2 പ്രമാണങ്ങളുണ്ട്. ഒന്ന്, ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്തതിന്റെ നിശ്ചയവും. മറ്റൊന്ന് പറഞ്ഞു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്തതിന്റെ നിശ്ചയം. ആമേൻ, വിശ്വാസം കേൾവിയിലൂടെയും കേൾവി കർത്താവാകുന്ന യേശുവിന്റെ സുവിശേഷത്തിലൂടെയും വരുന്നു. ആമേൻ സ്തോത്രം. കർത്താവാകുന്ന യേശുവിന്റെ സുവിശേഷത്തിൽ എന്താണ് പറയുന്നത്? ആമേൻ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം, ആമേൻ, 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്.
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അവന് മരണം നീങ്ങിപ്പോയി, അവന് ഇനിമേൽ മരണമില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇതെല്ലാം പറയുമ്പോൾ ജനത്തിനൊന്നും വേണ്ട പോലെ മനസ്സിലാകുന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ഇത്രയും പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ച ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലന് പോലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജനങ്ങൾക്ക് വേണ്ടി അവൻ എന്താണ് ഇവരെ പറഞ്ഞ് എങ്ങനെയാണ് ഇവരെ ബോധ്യം വരുത്തേണ്ടത് എന്ന് ആമേൻ ചിന്തിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ധീരമായി പറയുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ജനമേ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഗ്ലോറി ടു ദി ലോർഡ്. ആമേൻ ജനത്തെ ആമേൻ പ്രോത്സാഹിപ്പിക്കുവാൻ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി ആമേൻ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. ക്രിസ്തു യേശു ആമേൻ മരിച്ചുയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ആമേൻ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഒരു ഉദാഹരണം, ഒരു ഉപമ, നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തം ആമേൻ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് കാണിച്ചു തരികയാണ്. ആമേൻ സ്തോത്രം ദൈവമായ കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ തന്റെ സ്വന്തം പുത്രനെ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം, അവൻ നിങ്ങളെയും ഉയർപ്പിക്കും. ഇനി നിങ്ങളുടെ മേൽ മരണത്തിന് അവകാശമില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ കൃപാവരം പ്രാപിച്ചവരാണ്. ഇനി നിങ്ങളുടെ മേൽ മരണത്തിന് അവകാശമില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. നമ്മൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വീണ്ടും പഠിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മരണം മനുഷ്യരുടെ മേൽ വാണിരുന്നു. അത് വാഴുകയായിരുന്നു, മനുഷ്യന്റെ മേൽ വാണിരുന്ന ഒരു സാധനമാണ് ആമേൻ സ്തോത്രം മരണം എന്ന് പറയുന്നത്. ആ മരണത്തെയാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഗ്ലോറി ടു ദി ലോർഡ് കർത്താവ് നീക്കിക്കളഞ്ഞത്. എങ്ങനെയാണ് നീക്കിക്കളഞ്ഞത്? വളരെ നിഷ്പ്രയാസം. നീ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ അധരം കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, നീ നിന്റെ ഹൃദയത്തിലൊന്ന് വിശ്വസിച്ചാൽ മതി. ഇത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഗ്ലോറി ടു ദി ലോർഡ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇത് നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും? നരകത്തിലേക്ക് പോകേണ്ട നമ്മള്, മരണത്തിന് വിധിക്കപ്പെട്ടവരായ നമ്മള് സ്വർഗത്തിൽ ഇരിക്കുവാൻ സ്വർഗീയ പൗരത്വം പ്രാപിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിത്യതയെ കണ്ട് നിത്യനായവനെ കണ്ട് ദൈവത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു സങ്കോചം കൂടാതെ, ഒരു ഭയം കൂടാതെ, ഒരു അവിശ്വാസമില്ലാതെ ആമേൻ സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ മരണം നീങ്ങിപ്പോയി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ നരകം നീങ്ങിപ്പോയി. നമ്മൾ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ആമേൻ സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുകയാണ്. ഇതിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കഴുത്തിന് വലിയ നീളമില്ലാത്തവര്, ചിലക്ക് കഴുത്തിന് ഇത്തിരി നീളം കൂടുതലുണ്ടോ? ആമേൻ കഴുത്ത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? കഴുത്തിന് നമ്മുടെ സാധാരണ കഴുത്തൊക്കെ ഉള്ളവന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ നരകവും സ്വർഗവും തമ്മിൽ 12 ഇഞ്ച് നീളം. അതരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് 12 ഇഞ്ച് നീളം. കഴുത്ത് നീണ്ടവനാണെങ്കിൽ ഒരു 14 ഇഞ്ച് നീളം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇത്രയുമേ ഉള്ളൂ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നരകവും സ്വർഗവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതെല്ലാം ലോകപ്രകാരമുള്ളവന് മറച്ചു വെച്ചിരിക്കുക. എന്നാൽ ദൈവം പറയാ, മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് ആമേൻ വരം ലഭിച്ചിരിക്കുന്നു. ഞാനിതെല്ലാം പറയുമ്പോൾ, ഉപമയിലൂടെ പറയുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവരുത്. അവരൊക്കെ അവിശ്വസിക്കട്ടെ, അവരിതിനെ വിമർശിക്കട്ടെ. ആമേൻ സ്തോത്രം. അവരെന്തു വേണി പറയട്ടെ, സ്വർഗമില്ല, സ്വർഗത്തിലുണ്ടോ, ആമേൻ നരകമില്ല, നരകമുണ്ടോ എന്നൊക്കെ അവര് സംശയിച്ചോട്ടെ, അവര് കുറ്റം പറഞ്ഞോട്ടെ. പക്ഷേ ദൈവ പൈതലേ, നിന്നെ സംബന്ധിച്ച് നീ എപ്പോൾ നിന്റെ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞുവോ, നീതിക്കായി നീ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹൃദയത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്വീകരിച്ചുവോ, അപ്പോൾ നീ നീതീകരിക്കപ്പെട്ടു. ഞാനാണ് നിന്നെ നീതീകരിച്ചത്, മറ്റൊരുത്തനല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഹൃദയം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഏറ്റവും കപടമേറിയത്. ആമേൻ സ്തോത്രം പാപം ഉരുവാകുന്ന സ്ഥലമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവർ ലോർഡ് ഹി ലുക്സ് അറ്റ് അവർ ഹാർട്ട്. ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ ബാഹ്യമായ ഭംഗിയെയോ ബാഹ്യമായ ആമേൻ സ്തോത്രം ചേഷ്ടകളെയോ ഒന്നുമല്ല ദൈവമായി കർത്താവ് നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തെയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വേണ്ടും വണ്ണം കർത്താവിനെ ഏറ്റു പറയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞില്ലേ, എന്നെ ഏറ്റു പറയുവാൻ ലജ്ജിക്കുന്നവനെ നോക്കി ഞാനും ലജ്ജിക്കും.
ആമേൻ സ്തോത്രം. എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ നിത്യത പ്രാപിച്ചവന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഒരു വൈറ്റൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹൃദയത്തിൽ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ എന്ന് പറയുമ്പോൾ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊന്നിനും യാതൊരുവിധ സാന്നിധ്യമില്ലാതെ ആമേൻ നിഷ്കളങ്കമായ ഹൃദയത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടെ ആമേൻ കർത്താവിന് വസിപ്പാൻ തക്കവണ്ണ ആമേൻ കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ആമേൻ ആരോട് പകയോ പിണക്കമോ വിദ്വേഷമോ ആമേൻ സ്വത്രം ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി ആമേൻ സ്വത്രം അവരെ അനുഗ്രഹിച്ച് ശപിക്കാതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. ആമേൻ സ്വത്രം. നമുക്ക് ഈ ഭൂമിയിൽ ആരോടും ഒരു ശത്രുതയില്ല, എല്ലാവരും നമുക്ക് മിത്രങ്ങളാണ്. ആമേൻ സ്വത്രം ഹല്ലേലൂയ. ഗ്ലോറി ടു. നമ്മുടെ ശത്രുത്വം എല്ലാം ഉള്ളത് വാഴ്ചകളോട്, അധികാരങ്ങളോട് ആമേൻ സ്വത്രം ഹല്ലേലൂയ ആമേൻ സ്വർലോക സൈന്യത്തോടാണ്. ആമേൻ സ്വത്രം. നമുക്ക് ഈ ഭൂമിയിലെ ജഡത്തിനോട്, ജഡരക്തങ്ങളോട് നമുക്ക് യാതൊരുവിധ ആമേൻ സ്വത്രം ഹല്ലേലൂയ ഗ്ലോറി ടു ദി ലോർഡ് നമുക്ക് ആമേൻ സ്വത്രം വിദ്വേഷമോ പിണക്കമോ പകയോ ഒന്നുമില്ല. നമ്മളെ സന്ദർശിച്ച ദൈവം അവരെയും സന്ദർശിക്കണം. നമ്മളെ കണ്ടെത്തിയ ആമേൻ ദൈവം അവരെയും കണ്ടെത്തണം. നമ്മൾക്ക് നൽകിയ ദിവ്യ സ്നേഹം, നമുക്ക് നൽകിയ ദിവ്യ സമാധാനം, നമുക്ക് നൽകിയ ദിവ്യ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം അവരെയും സന്ദർശിക്കണം, അവരെയും വിടുവിക്കണം. അവരും സാക്ഷ്യം പറയണം, അയ്യോ ഈ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ ഞങ്ങൾ വൈകിപ്പോയി. ആമേൻ ഈ ദൈവമാണ് ദൈവം. ആമേൻ സ്വത്രം ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു, ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ അനുഭവങ്ങൾ മാറി. ആമേൻ സ്വത്രം ഹല്ലേലൂയ. ഇപ്പൊ ഞങ്ങൾ എത്രയോ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കുന്നു. ആമേൻ സ്വത്രം. എല്ലാവരെയും മിത്രങ്ങളായി കാണുവാൻ ആമേൻ സ്വത്രം ഹല്ലേലൂയ ഞങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ ആമേൻ സ്വത്രം ഞങ്ങളെ ആമേൻ കഴിഞ്ഞ നാളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതല്ല. ആമേൻ സ്വത്രം ഹല്ലേലൂയ മറ്റൊരുത്തരെ ശത്രുവായി കാണുവാൻ, ആമേൻ സ്വത്രം ഹല്ലേലൂയ അവനുമായി ദ്വേഷിക്കുവാൻ തക്കവണ്ണം പഠിപ്പിച്ചതായ ആമേൻ സ്വത്രം ആ ശത്രുവിനെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുവാൻ ഇടയാവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ആമേൻ സ്വത്രം നമ്മള് അധരങ്ങളോടെ ഏറ്റുപറച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട്. ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിന് ആമേൻ സ്വത്രം ഹല്ലേലൂയ ഗ്ലോറി ടു ദി ലോർഡ് വലിയ പ്രാധാന്യമുണ്ട്. ആയതുകൊണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്വത്രം നരകവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം ആമേൻ ഒന്നുകിൽ 12 ഇഞ്ച് നീളം, അല്ലാന്ന് വെച്ച് 14 ഇഞ്ച് നീളം. ആമേൻ സ്വത്രം.